സ്ത്രീധനത്തുക ബാക്കി തരാമെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ പിന്നെ മാസാമാസം അതിന് ഇൻട്രസ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ട് അത് പറ്റില്ല. സ്ത്രീധനം തരാനോ ഇൻട്രസ്റ്റ് ഇല്ല. അതിന്റെ ഇൻട്രസ്റ്റ് തരാനുള്ള ഇൻട്രസ്റ്റിന് ഇല്ലെങ്കിൽ പിന്നെ അവരുടെ കൂടെ ജീവിക്കാൻ എനിക്കെന്താ ഇൻട്രസ്റ്റ്? ഞാൻ അകത്തേക്ക് ചെല്ലാം. നല്ല കാര്യം. എനിക്ക് അവകാശമില്ലാത്ത വീട്ടിൽ ഞാൻ കാല് കുത്തില്ല. എന്റെ കൊറോണ തീർന്നിട്ടില്ല. തോണ്ടു തോണ്ടു. അതെനിക്കറിയായിരുന്നു. ആ അതെന്ന് വെളിച്ചപ്പാടിന്റെ കല്യാണം വിളിക്കാൻ ഞാൻ ഇവിടെ തന്നെ കാത്തിരുന്നത്. ഇങ്ങോട്ട് കയറുക, കല്യാണത്തിന് ഇപ്പൊ ശരിയാകത്തില്ല. ആ നായിന്റെ മോയി ഈ പരിസരത്തെ എന്നെ കാണും. വഴി എന്ത് വിളിച്ചപ്പാടെ ഈ പാർസല് ഒന്നാടത്ത് ശരി. എന്താണോ കല്യാണം? അതൊക്കെ അതിൽ അച്ചടിച്ചിട്ടുണ്ട്. നല്ല വെളിച്ചപ്പാടിന് മാത്രം പട്ടി കൊടുക്കുന്നത്. അതിനെ പട്ടി പിശാചോ ഭഗവതിയെ കണ്ട ഓടിക്കും. ഇതിനകത്ത് വേറെ പട്ടിയുണ്ടത്. പക്ഷെ പഞ്ചവർണ്ണത്തിലെ പട്ടി മാത്രം ഭഗവതി ഓടിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അത് നമ്മുടെ പഞ്ചവർണ്ണത്തിന്റെ പട്ടിയാണ്. ആണോ വെളിച്ചപ്പാട്? അതെ വെളിച്ചപ്പാട് മുങ്ങി. എന്റെ കുറി നമസ്കാരം. ഈ മാസം 10-ാം തീയതി എന്റെ കല്യാണമാണ്. കുടുംബ സമേതം വരണം. അവന്റെ കേട്ട് ഐശ്വര്യായി. കുറിയൊക്കെ അന്ധവിശ്വാസമല്ലേ? എത്തിയേക്കാം. നന്നായി. അച്ഛൻ ഒരു പാത്രം നോക്കി അച്ഛോ എന്നെ സന്തോഷം. കുടുംബസമേതം സോറി, ഞാൻ കിടക്കാനല്ലേ അവരുടെ കൊണ്ട് പറഞ്ഞു. അവരുടെ അതൊക്കെ മോശത്തെ പണിയാണോ? നീ കുടിക്കഷ്ണങ്ങൾ കൂട്ടി കഴിക്കുന്നു. ഞാൻ അച്ചുപോയ ബന്ധങ്ങൾ കുടിച്ചു. ഇങ്ങനെ തന്നെ ഹലോ, പോസ്റ്റ് ഓഫീസ് ടെലിഗ്രാഫ്. പറയൂ. താഴത്ത് 7 ഉണ്ടോ ഇല്ലയോ? മെസ്സേജ് പക്ഷെ ഇത് ഉണ്ണിയുടെ വിവരം തന്നെയാണോ? അതെ, നമ്മുടെ ആരെങ്കിലും പോയി വണ്ടി വിളിച്ചോണ്ട് വരുവായിരുന്നു. പക്ഷെ നമ്മൾ ഈ നിമിഷം പുറപ്പെടുന്ന നാഗപ്പെടുന്നുണ്ട്. സഹോദരത്തിൽ പൗരസമിതിക്ക് പോകാൻ വഴിയായത് എന്ത് പൗരസമിതി? കേരള പൗരസമിതി. ഓ, കേരള പൗരസമിതിയാ? ഫസ്റ്റ് ആയിട്ടോ അത്ര സെറ്റിൽ ആരെയൊന്നും പോയി പറഞ്ഞ.
അവൻ ടെലിഗ്രാം അടിച്ചു എന്നാ പറഞ്ഞത്. ഒരു അബദ്ധം പറ്റിയതാണ്. പൗരസമിതി സെക്രട്ടറി അഴകേശൻ തന്നെ അന്വേഷിച്ചു കണ്ടെത്തുമെന്നല്ലേ. ഇത് അയ്യാ ഒന്നെടുത്ത് മാറ്റാൻ ശരിയുണ്ടാ വന്നിട്ട് അപ്പൊ ഈ ഉണ്ണിയുടെ നമസ്കാരം. ഞാൻ അച്ഛനാണ്. ഒരാൾക്ക് രണ്ടച്ഛൻ. ഞാൻ പള്ളിയുടെ അച്ഛൻ, ഇത് പുള്ളിയുടെ അച്ഛൻ. കഴിഞ്ഞ 6 മാസമായി കക്ഷി എന്റെ കൂടെ തന്നെ ഉണ്ട്. മനസ്സിൽ പച്ച കുത്തിയിട്ടുണ്ടെന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇത് സാറിന് പോലാണ്. ചോദിച്ചപ്പോ കറക്റ്റ് ഇത് തമ്മിലിപ്പോ എവിടെയുണ്ട്? ആള് നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട്. പക്ഷേ നമുക്ക് പോകുന്നതിന് മുമ്പ് ചില കണക്കും കാര്യങ്ങളൊക്കെ എന്താ അതൊക്കെ നമുക്ക് ശരിയാക്കാം. നിങ്ങൾ ആളെ കാണിക്കും. അത് കേട്ടാ മതി. തള്ളില്ല സാർ, എന്തൊക്കെയാ തള്ളില്ല സാർ. അവൻ തള്ളാൻ പറഞ്ഞ ഞാൻ തള്ളിച്ചു. അണ്ണാച്ചി ക്ഷമിക്കുന്നു. നിങ്ങളുടെ ഭാഷയിലെ പല വാക്കുകളും അതിന് ശരിയാണ്. അത്